തമിഴ്നാട്ടിൽ ചുവടുറപ്പിക്കാനുള്ള നീക്കവുമായി സംഘപരിവാർ മുൻപോട്ട് പോകുന്നു. അതിനവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം പകർന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3.77% നിന്നും BJPയുടെ വോട്ട് വിഹിതം 20% എത്തുകയും 11ഓളം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാമതെത്തുകയും ചെയ്തത് അവരുടെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നു. ഇപ്പോൾ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണാൻ കഴിയുന്നത്. BJPയുടെ മറ്റ് സംഘടനാ നേതാക്കന്മാരും, അതായത് മറ്റ് സംഘപരിവാർ സംഘടനയിലെ നേതാക്കന്മാരുമൊക്കെ ഗ്രാമങ്ങളിൽ തമ്പടിച്ച് അവിടെ BJPയുടെ യൂണിറ്റുകൾ സ്ഥാപിക്കുക. ഒപ്പം സംഘപരിവാറിന് തന്നെ ആ ഒരു ഗ്രാമത്തിന് അനുയോജ്യമായ രീതിയിൽ ഉള്ള യൂണിറ്റുകൾ, കാരണം സംഘപരിവാർ പ്രസ്ഥാനത്തിന് അനവധി ശാഖോപശാഖകളുണ്ട്. RSS മാത്രമല്ല, വിശ്വകൃഷ്ണനും ബജരംഗളും മാത്രമല്ല, ആദിവാസി വിഭാഗങ്ങളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ പ്രവർത്തിക്കുന്ന അനവധി സംഘടനകളുണ്ട്, NGO സംഘടനകളുണ്ട്. അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ തമിഴ്നാടിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ നേതൃത്വത്തിൽ അണ്ണാമലൈ, സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഓരോ ഗ്രാമത്തിൽ തങ്ങുന്ന ഒരു വലിയ യാത്രയ്ക്കുമായി ഒരുങ്ങുന്നുണ്ട്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തമിഴ്നാടിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ യൂണിറ്റ് ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.